തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമ പ്രതിസന്ധിയിൽ ഡോക്ടർ ഹാരിസ് ചുരക്കലിന്റെ തുറന്നു പറച്ചിൽ പരിധി വിട്ടെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഡോക്ടർ ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഡോക്ടർ ഹാരിസ് ചുരക്കലിൽ നിന്നും സർക്കാർ വിശദീകരണം തേടും. PR പ്രവീണ ചേരുന്നു വിവരങ്ങളുമായി. പ്രവീണ, എന്താണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്? സേതു, കുറച്ചു ദിവസം മുൻപാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള തരത്തിൽ ഡോക്ടർ CH ഹാരിസ് തന്റെ പരിമിതികളെല്ലാം മറന്നുകൊണ്ട് തന്റെ പരിധികളെല്ലാം വിട്ട് പെരുമാറി എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നു, ഇത് പരസ്യമായി പറയുന്നു, പ്രശ്നങ്ങൾ പരസ്യമായി പറയുന്നു. അത് പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞ് പരിഹാരം കാണുന്നതിന് പകരം അതിരുവിട്ട ഒരു നടപടി ആയിപ്പോയി എന്നുള്ളതാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നില്ല. അതിന് കാരണമായി വിലയിരുത്തുന്നത് ഹാരിസിന് കിട്ടിയ ഒരു പൊതുജന സമ്മതിയുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു ജനസമ്മതിയുണ്ട്. ഇത് രണ്ടും കൂടി കണക്കിലെടുത്ത്, കാരണം ഏതെങ്കിലും തരത്തിൽ ഹാരിസിനെതിരെ നടപടി ശുപാർശയോ നടപടിയിലേക്കോ പോയാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും എന്നുള്ളത് കൂടി കണ്ടാണ് വിദഗ്ധ സമിതി ആ റിപ്പോർട്ടിൽ നടപടിയൊന്നും ശുപാർശ ചെയ്യാത്തത്. പക്ഷേ പൊതുവെയുള്ള സർക്കാരിന്റെ നടപടി അനുസരിച്ച് ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അതിന്മേൽ വിശദീകരണം തേടേണ്ടതുണ്ട്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറി വിശദീകരണം തേടും. വിശദീകരണം തേടുമ്പോൾ മറുപടി തൃപ്തികരമാണെന്ന് കണ്ടാൽ അത് സർക്കാരിന്റെ ഓപ്ഷനാണ്. അത് തൃപ്തികരമാകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക അവരുടെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിന് അത് തൃപ്തികരമെന്ന് തോന്നിയാൽ മറ്റു നടപടികളൊന്നും ഉണ്ടാകാതെ ഈ ഫയൽ ാണ് സാധ്യത. പക്ഷേ അത് ഹാരിസിന്റെ മറുപടിയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ പ്രവീണ, ശരി. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.